വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിശകലനത്തിൽ BJPക്ക് എത്ര സീറ്റ് കിട്ടും എന്നുള്ള ഊഹാപോഹത്തിൽ മലയാള മാധ്യമങ്ങൾ ഒരിക്കലും ചർച്ച ചെയ്യാത്ത ഒരു നിയോജകമണ്ഡലമാണ് പാലക്കാട്. എന്നാൽ ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ, ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊക്കെ പാലക്കാട് BJPക്ക് സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ട് കാണപ്പെടുകയും ചെയ്യുന്നു. ഇത് പല സർവേയിലും ഞാൻ ഈ വ്യത്യാസം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നുവെന്ന് എനിക്കറിയില്ല. കാരണം മലയാള മാധ്യമങ്ങൾ സർവേ നടത്തുന്ന പോലെ തന്നെയാണല്ലോ ഇംഗ്ലീഷ് മാധ്യമങ്ങളും ഹിന്ദി മാധ്യമങ്ങളും ഒക്കെ സർവേ നടത്തുന്നത്. അവർ പാലക്കാടല്ലാതെ വേറൊരു സ്ഥലത്ത് പോയി സർവേ ചെയ്തിട്ട് BJP ജയിക്കുമെന്ന് പ്രവചിക്കാൻ സാധ്യതയില്ലല്ലോ. അത്ര വലിയൊരു കള്ളത്തരം വരുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ആരെങ്കിലും എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നു എന്ന് ഞാൻ ആരോപിക്കുന്നുമില്ല. പക്ഷേ ഈ സംസാരിക്കുന്നവർ പോലും പലപ്പോഴും പാലക്കാടിനെ പറ്റി ഒരു ആത്മവിശ്വാസത്തോടെ പറയാറില്ല. BJPക്കാർ പോലും പാലക്കാട് ജയിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ സാധ്യതയുണ്ട് എന്നൊക്കെ ഇങ്ങനെ സംശയിച്ചൊക്കെയാണ് പറയാറുള്ളത്. പക്ഷേ എൻ്റെ നോട്ടത്തിൽ കേരളത്തിലെ ഒരു A ക്ലാസ് മണ്ഡലം തന്നെയാണ് പാലക്കാട്. ഞാൻ പാലക്കാട് ജോലി സംബന്ധമായിട്ട് ഒരു വർഷം താമസിച്ചിട്ടുണ്ട്. എനിക്ക് പാലക്കാടിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഏകദേശം സഞ്ചരിച്ച് ശീലവുമുണ്ട്. അതുകൊണ്ട് പാലക്കാട് എനിക്ക് അപരിചിതമായ ഒരു സ്ഥലമൊന്നുമല്ല. പ്രത്യേകിച്ച് അവിടുത്തെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ, അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തുമാണ്. പാലക്കാട് BJPക്ക് കാലുകുത്താനും കാലുറപ്പിക്കാനും ഒരുപാട് പേർ ഒരുപാട് അധ്വാനിച്ചു. അക്കൂട്ടത്തിൽ ഒരാളാണ് കൃഷ്ണകുമാർ. കൃഷ്ണകുമാറിൻ്റെ മാത്രം പ്രയത്നം കൊണ്ട് അത് സാധിച്ചു എന്ന് ഞാൻ പറയില്ല. പക്ഷേ ആ പ്രയത്നശീലന്മാരിൽ പ്രധാനികളിൽ ഒരാളായിരുന്നു കൃഷ്ണകുമാർ. അങ്ങനെയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി BJP പിടിച്ചെടുത്തത്. കേരളത്തിൽ കാലുകുത്തിക്കുകയില്ല, മുനിസിപ്പാലിറ്റിയുടെ നാലയൽവക്കത്ത് പങ്കെടുപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ നാണം കെടുത്തിക്കൊണ്ട് BJP പാലക്കാട് മുനിസിപ്പാലിറ്റി, ഇപ്പോൾ കോർപ്പറേഷനാണെന്ന് തോന്നുന്നു, അത് പിടിച്ചെടുത്തു. പാലക്കാടിനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് പാലക്കാടൻ കാറ്റ് ആണ്. ചില മാസങ്ങളിൽ ഉച്ച കഴിയുമ്പോൾ കാരണം കൂടാതെ വാളയാർ ചുരത്തിലൂടെ അകത്തേക്ക് തള്ളിക്കയറി വരുന്ന കാറ്റ്, അതങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. രാവിലെ അത്ര കാര്യമായിട്ടുണ്ടാവാറില്ല. ഉച്ച കഴിഞ്ഞാൽ പിന്നെ പാലക്കാടൻ കാറ്റിൻ്റെ വരവായി. ആ പാലക്കാടൻ കാറ്റിന് ഒരു മനോഹാരിതയുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മളെ ശല്യം ചെയ്യുന്ന രീതിയിൽ ഉള്ള പെരുമാറ്റമുണ്ട്. അത് പാലക്കാടിൻ്റെ ഒരു കുസൃതിയാണ് എന്ന് വയ്ക്കുക. പാലക്കാടൻ കാറ്റ് എന്ന് പണ്ട് പ്രൊഫസർ S. ഗുപ്തൻ നായർ ഒരു ലേഖനം തന്നെ എഴുതിയിരുന്നു. വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ലേഖനമായിരുന്നു അത്. പാലക്കാടിൻ്റെ ഗ്രാമീണ സൗന്ദര്യം ലോകപ്രസിദ്ധമാണിപ്പോൾ. കൊല്ലങ്കോട്, കാരണം കൊല്ലങ്കോടിൻ്റെ ഒരു ഫോട്ടോ ടൂറിസ്റ്റുകളെ വല്ലാതെ ആകർഷിക്കുകയും ഒരുപാട് പേർ കൊല്ലങ്കോട്ടേക്ക് ഇരച്ചു കയറുകയും അവസാനം കൊല്ലങ്കോടുകാർക്ക് ഒരു ശല്യമായി തീരുകയും ഒക്കെ ചെയ്ത കഥ നമുക്കറിയാം. പാലക്കാട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് BJP പ്രവർത്തിക്കുന്നൊരു സ്ഥലമാണ്. ഇത് കൂടാതെ കൃഷ്ണകുമാറിനുള്ള ഒരു അഡ്വാൻറ്റേജ്, BJPയുടെ സംഘടനാ യന്ത്രം അല്ലെങ്കിൽ RSSൻ്റെ സംഘടനാ യന്ത്രം എന്നൊക്കെ പറയുന്നതിനപ്പുറം അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വലിയൊരു പ്രവർത്തക സൈന്യമുണ്ട്, ഒരു സേനയുണ്ട്. ആ സേന അദ്ദേഹം വിചാരിക്കുന്ന രീതിയിൽ ക്യാമ്പയിൻ കൊണ്ടുപോകാൻ സമർത്ഥരായവരുടെ ഒരു സേനയാണ്. ആ കൂട്ടത്തിൽ RSSകാരുണ്ട്, BJP ഉണ്ട്, BMS ഉണ്ട്, ഇതൊന്നുമല്ലാത്തവരുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു സ്ഥാനാർത്ഥിക്ക് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ വേണം പോകാനും. കാരണം ആത്യന്തികമായി ഒരു തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ അഫക്റ്റ് ചെയ്യുന്നത് ആ സ്ഥാനാർത്ഥിയെയാണ്. തോറ്റാൽ സ്ഥാനാർത്ഥിയുടെ എന്തെങ്കിലും പോരായ്മ കൊണ്ടാണ് എന്ന് പറയും, ജയിച്ചാൽ സ്ഥാനാർത്ഥി മിടുക്കനാണ് എന്നും പറയും. ഇത് രണ്ടും, ജയിച്ചാലുള്ള പ്രതിഫലവും തോറ്റാലുള്ള നിരാശയും നേരെ വന്ന് പതിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ തലയിലാണ്. അതിനാൽ സ്ഥാനാർത്ഥി ആഗ്രഹിക്കുന്ന പോലെ, സ്ഥാനാർത്ഥി മനസ്സിൽ കണക്ക് കൂട്ടിയതുപോലെ
പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു ഫ്രീക്വൻസി മാച്ചുള്ള, ഇപ്പോഴത്തെ ഭാഷയിൽ സിങ്കായിട്ടുള്ള, വൈബ് സെയിം ആയിട്ടുള്ള പ്രവർത്തകർ. ഇത് കൃഷ്ണകുമാറിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജാണ് പാലക്കാട്. എന്നാൽ പോലും എൻ്റെ നിരീക്ഷണത്തിൽ ഞാൻ അന്വേഷിച്ചതിൽ നിന്ന് മനസ്സിലായത് പട്ടാമ്പി, മണ്ണാർക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ കുറേ കൂടെ കൃഷ്ണകുമാറിന് അധ്വാനിക്കേണ്ടി വരും. എന്നാൽ മിനിഞ്ഞാന്ന് മുതൽ കൃഷ്ണകുമാറിന് ഒരു അഡ്വാൻറ്റേജ് കൂടെ വന്നിരിക്കുന്നു. പാലക്കാട് ചേർന്ന് കിടക്കുന്ന കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് അണ്ണാമലൈ മത്സരിക്കുന്നത്. പാലക്കാടൻ കാറ്റടിക്കുന്നതും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്കാണ്. അപ്പോൾ അണ്ണാമലയുടെ ഒരു കാറ്റ് പാലക്കാട് ആഞ്ഞു വീശും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതിർത്തി ജില്ലയായ പാലക്കാട്, തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പാലക്കാട്, വാസ്തവത്തിൽ പാലക്കാട് മാത്രമല്ല, തൃശ്ശൂരിൻ്റെ ചെറിയൊരു കഷ്ണം, എറണാകുളത്തിൻ്റെ ചെറിയൊരു കഷ്ണം, ഇടുക്കിയുടെ ചെറിയൊരു കഷ്ണം, ഇതൊക്കെ തമിഴ്നാടിനോട് ചേർന്ന് കിടപ്പുണ്ട്. എന്നാലും പാലക്കാടാണ് കൂടുതൽ. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിക്കുക, ഒരു ദിവസം അണ്ണാമലൈ പാലക്കാടിന് വേണ്ടി മാറ്റിവയ്ക്കുന്നു. ഏതായാലും അണ്ണാമലയ്ക്ക് വാളയാർ ചെക്ക് പോസ്റ്റ് വരെ വന്നല്ലേ പറ്റുള്ളൂ. കോയമ്പത്തൂരിൻ്റെ അതിർത്തിയാണല്ലോ അത്. വാളയാർ കടന്ന് കഞ്ചിക്കോട്, പുതുശ്ശേരി, ചന്ദ്രനഗർ, പാലക്കാട് ടൗൺ, ഇവിടം വരെ അണ്ണാമലൈ ഒന്ന് വന്നു പോയാൽ അതിൻ്റെ ഒരു ഇഫക്റ്റ് ഭയങ്കരമായിരിക്കും. അണ്ണാമലൈ മത്സരിക്കുന്നതിൻ്റെ ഒരു ഗുണം തൃശ്ശൂരിന് കിട്ടും, ഇടുക്കിക്ക് കിട്ടും, എറണാകുളത്തിന് വരെ കിട്ടും. അത്രയധികം ഹൈ വോൾട്ടേജ് ക്യാമ്പയിൻ നടത്തുന്ന ആളാണ് അണ്ണാമലൈ. കൃഷ്ണകുമാർ ഒട്ടും പുറകിലല്ല. വല്ലാത്ത ഒരു കോമ്പിനേഷനായിരിക്കും കൃഷ്ണകുമാറും അണ്ണാമലൈ. ആ കോമ്പിനേഷനെയാണ് ഞാൻ പാലക്കാടിനെ ഇളക്കി മറിക്കുന്ന, മാറ്റിമറിക്കുന്ന, അടിയെ മറിക്കുന്ന ഒരു തരംഗമായിട്ട് ഞാൻ കാണുന്നത് ഈ കോമ്പിനേഷനെയാണ്. അത് വെറും 12 മണിക്കൂർ മതി, വെറും 12 മണിക്കൂർ. കാരണം അണ്ണാമലയ്ക്ക് കോയമ്പത്തൂർ ഒരു കേക്ക് വാക്കൊന്നുമല്ല. കോയമ്പത്തൂർ അദ്ദേഹം പിടിക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അനായാസമായിട്ടങ്ങ് ജയിച്ച് കയറാമോ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ അധ്വാനിക്കേണ്ടിയും വരും. അതേസമയം ഒരു പാലക്കാടൻ കാറ്റ് പോലെ അണ്ണാമലൈ ഒന്ന് വീശിപ്പോയാൽ അത് കൃഷ്ണകുമാറിന് ഗുണം ചെയ്യുകയും ചെയ്യും. അപ്പോൾ കൃഷ്ണകുമാർ അധ്വാനിക്കും എന്നെനിക്ക് ഉറപ്പാണ്. അണ്ണാമലൈ ഒന്ന് വരും എന്നെനിക്ക് ഉറപ്പാണ്. പ്രവർത്തകർ പട്ടാമ്പി, മണ്ണാർക്കാട് ഒന്ന് ശ്രദ്ധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. മൊത്തത്തിൽ ഞാൻ നോക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെ മാറ്റി നിർത്തുക, ഒരുപാട് ബയാസ്ഡ് ആയിട്ടുള്ള സർവേയും വാർത്തകളുമാണ് അവർ കൊടുക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ പറയൂ, എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യക്കാരും ഇംഗ്ലീഷ് ചാനലുകളും അവർ കൃഷ്ണകുമാറിന് വിജയസാധ്യത പ്രവചിക്കുകയും ഇവിടെ ഒരു ചാനൽ പോലും, ഒരാൾ പോലും, 8-9 ചാനലുകളുണ്ട്, ആരുടെയെങ്കിലും സർവേയിൽ കൃഷ്ണകുമാർ ജയിക്കുമെന്ന് വരുന്നില്ല. അതേസമയം ഉത്തരേന്ത്യയിലെയും ഇംഗ്ലീഷിലെയും സകല ചാനലിലും സാധ്യതാ പട്ടികയിൽ പാലക്കാട് ഉണ്ട് താൻ. അതുകൊണ്ട് ഞാൻ അവരെ വിശ്വസിക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഏറ്റവും അധികം വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് പാലക്കാട്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഈ അധ്വാനത്തിൻ്റെ ആവശ്യമുണ്ട്. പാലക്കാട്ടുകാർ അത് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. പാലക്കാട്ടെ പൊതുജനങ്ങൾ നന്മ നിറഞ്ഞവരാണ്. കൃഷ്ണകുമാറും നന്മ നിറഞ്ഞവനാണ്. അവർ തമ്മിൽ വളരെയധികം അടുപ്പമുണ്ട്. കൃഷ്ണകുമാറിൻ്റെ ഒരു ഗുണം അദ്ദേഹത്തിന് എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ട് അടുപ്പമുണ്ട് എന്നുള്ളതാണ്. വഴക്കിടുക, തട്ടിക്കയറുക, ഇങ്ങനത്തെ സ്വഭാവമൊന്നും ഇല്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ. നമ്മുടെ അയൽവക്കത്താണ് ഇദ്ദേഹം താമസിക്കുന്നത് എന്ന് തോന്നുന്ന രീതിയിലുള്ള ആൾ. ഇത് കൂടാതെ എതിരാളിയായിട്ട് മത്സരിക്കുന്നവരെ നോക്കുക. VK ശ്രീകണ്ഠൻ പാവമാണ്. പക്ഷേ ശ്രീകണ്ഠൻ MP ആയിട്ടിരുന്നുകൊണ്ട് കിട്ടിയ ഫണ്ട്, MP ഫണ്ട്, അത് വിനിയോഗിച്ചിട്ടുണ്ടോ പാലക്കാട്? ഇല്ല. ഒരു 10 കോടിയെങ്കിലും ശ്രീകണ്ഠൻ കളഞ്ഞു കുളിച്ചിട്ടുണ്ട്. വാങ്ങിയിട്ടില്ല. വാങ്ങാത്തത് എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ വാങ്ങിയതിന് കണക്ക് കൊടുത്തിട്ടില്ല. ഇതാണ് VK ശ്രീകണ്ഠൻ. VK ശ്രീകണ്ഠൻ ഞാൻ എന്തെങ്കിലും അഴിമതി കാണിച്ചു എന്ന് പറയുകയല്ല കേട്ടോ. പക്ഷേ സത്യാവസ്ഥ ഇതാണ്, കണക്ക് കൊടുത്തിട്ടില്ല. ഇനി വിജയരാഘവൻ പലപ്പോഴും ഒരു കോമാളിയായിട്ട് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു
ഊർജ്ജസ്വലമായ ആ പ്രായം കഴിഞ്ഞിരിക്കുന്നു. വിജയരാഘവൻ ക്ഷീണിതനാണ്. സാരമില്ല, അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ അവശതകളോ പ്രശ്നങ്ങളോ ആയിരിക്കാം. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരുന്ന് കാണിക്കുന്ന സർക്കസുകളൊക്കെ അദ്ദേഹത്തെ ഉറപ്പായിട്ടും ബാധിക്കും. അത് ഭാര്യയുടെ ആണ് എന്ന് പറഞ്ഞ് പല സ്ഥാനാർത്ഥികളും ഒഴിയുന്നത് പോലെ വിജയരാഘവൻ ഒഴിയരുത്. ബിന്ദുവിൻ്റെ തോന്നിവാസങ്ങൾക്ക് വിജയരാഘവൻ മറുപടി പറയണം. ഈ രണ്ടു പേരോടും കൃഷ്ണകുമാറി കണക്കും ചോദിക്കണം. MP ഫണ്ട് എന്ത് ചെയ്തു, ബിന്ദു ഫണ്ട് എന്ത് ചെയ്തു, ഇത് രണ്ടും കൃഷ്ണകുമാർ ചോദിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ഹൈ വോൾട്ടേജ് ക്യാമ്പയിൻ കൃഷ്ണകുമാറിന് നടത്താൻ സാധിക്കട്ടെ. എല്ലാ വിജയാശംസകളും. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.